ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ രസകരമായൊരു എപ്പിസോഡാണ്. അതായത് നമ്മുടെ ശ്രുതിയും സച്ചിക്ക് പിന്നെ ചെറുതായിട്ടാണെങ്കിലും ബോധമുണ്ടെന്ന് വിചാരിക്കാം. ബോധമില്ലാതെ തന്നെയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളും പെരുമാറുന്നത്. അങ്ങനെ വർഷയുടെ തോളിലേക്കായിട്ട് ചാരിക്കിടക്കുന്ന ശ്രീകാന്തിനെ കാണുമ്പോഴത്തേക്കും സച്ചി പറയുന്നത്, ഞാൻ നിൻ്റെ തോളിലേക്കായിട്ട് കടന്നോട്ടെ എന്ന് ചോദിക്കുന്ന നേരത്ത് ഇവിടെ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ ഭിത്തിയിലേക്ക് ചാരി നിർത്തുന്നുണ്ട് രേവതി. ഇതേ സമയം തന്നെയാണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഊബർ ബുക്ക് ചെയ്തോ എന്ന് ചോദിക്കുകയും വെളിവില്ലാതെ നിൽക്കുന്ന 3 പേരെയും ലിഫ്റ്റിൽ കയറ്റുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ തടവറയിൽ അടക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബലം പിടിച്ച് നിൽക്കാട്ട്. അങ്ങനെ ഒരു കണക്കിന് തള്ളി ശ്രുതിനെ ലിഫ്റ്റിലേക്ക് കയറ്റുന്നുണ്ട്. ലിഫ്റ്റിൽ കയറുന്ന നേരത്തും ശ്രീകാന്ത് വർഷയെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയും രേവതിയെ സച്ചി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. 3 പേർക്കും വെളിവില്ലാത്തതുകൊണ്ട് തന്നെ ശ്രുതിക്ക് തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അതിവേഗം സാധിക്കാണ്ട്. സച്ചി അറിയാതെ തന്നെ സച്ചിയുടെ കോട്ടിൻ്റെ ഫ്രണ്ടിൽ കടന്നിരുന്ന ഫോൺ എടുത്ത് നേരെ ശ്രുതിയുടെ കോട്ടിൻ്റെ പോക്കറ്റിലേക്കായിട്ട് ഇട്ടതിന് ശേഷം തൻ്റെ പ്ലാനിങ് എല്ലാം സക്സസ് ആയി എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, ശ്രുതി കോളിമ്പല്ലടിക്കണം, നീ അമ്മയെ വിളിക്ക്, കോളിമ്പല്ലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്കിൾ ഉറങ്ങി കാണും, മാൻഡിയെ വന്ന് ഡോറ് ഉറക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ശ്രുതിയെ നേരെ ശ്രീകാന്തിൻ്റെ തോളിലേക്കായിട്ട് ചാരി നിർത്തുകയാണ് കേട്ടോ. ആ ഒരു സമയത്തും ഇവർ 3 പേരും തമ്മിലുള്ള കോമഡി സീൻസ് കുറേയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്ന് ഡോറ് തുറക്കുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ രവിയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും വർഷയും ശ്രുതിയും അതുപോലെ തന്നെ രേവതിയും ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. വന്ന ഉടനെ തന്നെ രവി ചോദിക്കണം, 3നോടും മര്യാദയ്ക്ക് വരാൻ പറഞ്ഞിട്ട് വെള്ളമടിച്ച് 4 കാലിലല്ലേ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്താണ് ഹായ് ബ്രോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് രവിനോട് സംസാരിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ശ്രുതി കേട്ടോ. എന്നാൽ സച്ചി ആവട്ടെ നല്ല ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇതേ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നത്. ചന്ദ്ര വന്ന ഉടനെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട 2 മക്കളും 4 കാലിൽ നിൽക്കുന്ന കണ്ട് ആകെ സങ്കടത്തിലാണ്. വന്ന ഉടനെ തന്നെ കുറ്റപ്പെടുത്തുന്ന സച്ചിയാണ്. സച്ചിനോടുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വെള്ളം അടിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ഇവരെ വായിലേക്ക് ആരും ഒഴിച്ചു കൊടുത്തല്ല, ഇവരായി തന്നെ കുടിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ വർഷയും പറയും കേട്ടോ, അവനവന് വേണ്ട എന്ന് വെച്ചാൽ വേണ്ടെന്ന് വെച്ചാൽ മതി, ഇതിപ്പോൾ ആര് നിർബന്ധിച്ചൊന്നുമില്ല, അവരായി തന്നെ കുടിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത് ശ്രദ്ധിക്കാൻ പാടില്ലാതെന്ന് ചോദിക്കുന്ന നേരത്ത് അഭിലാഷ് സാറിൻ്റെ കൂടെയായിരുന്നു, അഭിലാഷ് സാറുമായിട്ടുള്ള കമ്പനിയാണ് ഇത്രയധികം ആക്കിയതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി മറുപടി പറയുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ രേവതിയോടായിട്ട് രവി പറയുന്നുണ്ട്, നിന്നോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ മോളെ എന്ന് ചോദിക്കുന്ന നേരത്ത് ഞാൻ ശ്രദ്ധിച്ചാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് സച്ചേട്ടൻ പോയി കഴിച്ചതാണെന്ന് രേവതിയും മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. കൂടെ ചന്ദ്രയും കൂടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിനാ അച്ഛൻ അകത്തേക്ക് പോയതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന നേരത്ത് ഇല്ല എന്ന് ശ്രീകാന്ത് മറുപടി പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡീലർഷിപ്പ് കിട്ടിയിരിക്കുന്ന എനിക്കാണ്, അതുകൊണ്ട് തന്നെ എന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വരുന്നതാണ് അച്ഛൻ, അതിന് വേണ്ടിയിട്ട് ആരതി തട്ടെടുക്കാൻ പോയതാണെന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും അങ്ങനെ സച്ചി ഒരു ആക്കളോട് കൂടി തന്നെ മോളുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ രവിയുടെ മുഖഭാവം കണ്ടുകൊണ്ട് ഇതല്ല വേറെ എന്തോ കാര്യമായിട്ട് തന്നെ ചെയ്യാനായിട്ടാണ് അച്ഛനകത്തേക്ക് പോയിരിക്കുന്നതെന്ന് നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാം. അകത്തേക്ക് കയറിപ്പോയി രവി തിരികെ വരുന്നത് പായ നിലയിലേക്ക് എടുത്തുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നത് എനിക്കുള്ള പുട്ടും കടലയായിട്ട് അച്ഛൻ വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് സംസാരിക്കുന്ന നേരത്തെ സച്ചി പറയുന്നുണ്ട്, എടാ പുട്ടും കടലയല്ല പട്ടും പുടവയും എന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെ പട്ടും പുടവയും, അച്ഛൻ എൻ്റെ പട്ടും പുടവയും തന്നാട്ടെ എന്നും പറഞ്ഞ് ശ്രുതി ചോദിക്കുന്ന നേരത്തെ ഇവിടെ കടന്ന് 3 കൂടി എന്ന് പറഞ്ഞ് തലേണയും പായും കൂടെ കൂടിയിട്ട് ആ നിലത്തേക്ക് ഇടുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമാകുന്നു. കാരണം സച്ചിനെ പുറത്ത് കിടത്തുന്നത് ശരിയല്ലല്ലോ. എന്നാൽ ശ്രുതിയുടെ മൈൻഡിലാവട്ടെ സച്ചിയുടെ ഫോൺ ഇരിക്കുന്നത് ശ്രുതിയുടെ പോക്കറ്റിലാണ്. ഇവരെ അകത്തേക്ക് ഉണ്ടായാലാണ് ഈ ഒരു ഫോൺ കൈക്കലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ സമയം തന്നെ വർഷ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ തന്നെ കിടക്കട്ടെ, ഇങ്ങനെയൊക്കെ പണിഷ്മെൻറ്റ് ചെയ്താലാണ് ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ എന്നാണ് വർഷയുടെ നിലപാട്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുന്നത്, നീ എന്ത് സാധനമാണ് എൻ്റെ ബാക്കി 2 ഭാര്യമാർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നീ മാത്രം എന്താടി ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കടന്നാൽ മതിയെന്ന് വർഷ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ രവി നിർബന്ധിച്ച് തന്നെ 3 മരുമക്കളെ അകത്തേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ. ഇതിന് മുന്നേ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഒന്ന് അകത്തേക്ക് വന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നോട്ടെ അങ്കിൾ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ചെയ്യലില്ല, ഇവിടെ തന്നെ കടന്നാലും മതി, നിങ്ങൾ 3 പേരെ അകത്തേക്ക് കയറിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് 3 പേരെ അകത്തേക്ക് കയറ്റി വിടുന്നത്. ചന്ദ്രയാകട്ടെ ശ്രീകാന്തിൻ്റെ ശ്രുതിക്ക് ഇതേ രീതിയിലൊരു ഇങ്ങനെ പുറത്ത് കടന്നൊന്നും ശീലമൊന്നുമില്ല, അവർ 2 പേരും അകത്തേക്ക് കിടക്കട്ടെ, സച്ചി അവിടെ തന്നെ കിടക്കട്ടെ എന്ന രീതിക്കാണ് ചന്ദ്ര സംസാരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്നെ രേവതിയും തക്ക മറുപടി പറയുന്നുണ്ട്. അങ്ങനെ 3
പേര് അകത്തേക്ക് കയറി. അങ്ങനെ ഇവർ 3 പേരും പുറത്ത് കിടക്കുന്ന സമയത്ത് ഇവർ 3 പേരും തമ്മിലായിട്ട് രസകരമായിട്ടുള്ള സംഭാഷണങ്ങൾ, അത് കോമഡി തന്നെ സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ശ്രുതിയും ശ്രീകാന്ത് ലക്കായിട്ട് ഉറങ്ങാണ്ട് ഇതേ സമയത്ത് സച്ചിയാകട്ടെ രേവതിനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതിയുടെ മൈൻഡിലാകട്ടെ എല്ലാവരും കൂടി കടന്നുറങ്ങിയിട്ട് വേണം പോയി ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് സച്ചിയുടെ ഫോൺ എടുക്കാനായിട്ട്, സമയമാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെയാണ് രേവതിയുടെ ഡോറിലേക്ക് മുട്ടി സച്ചി വിളിച്ചുകൊണ്ടിരിക്കുക. രേവതി മോളെ പൊന്നി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അത്യാവശ്യം വെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ വെള്ളം അല്ല, എനിക്ക് കുടിക്കാൻ പച്ചവെള്ളമാണ് വേണ്ടതെന്ന് രേവതിനോട് പറയുക. രേവതി വെള്ളം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം എടുത്ത് കുടിച്ചതിന് ശേഷം രേവതിയുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് നീയുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കണം, നിന്നോട് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ സ്നേഹത്തോടു കൂടി തന്നെ കൊഞ്ചിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.